ഞാനൊരു വൈക്കംകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, വൈക്കം മഹാദേവ ക്ഷേത്രം. ഇവിടെ വന്ന് എൻ്റെ വൈക്കത്തപ്പാ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ മണലിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് അപ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ വേറെ എവിടുന്നും കിട്ടില്ല. അങ്ങനെ ഇന്നൊന്ന് പോയി. അപ്പോൾ അത് അഷ്ടമിയോട് അനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഡിസംബർ 1-ാം തീയതി കൊടിയേറ്റ്, 12-ാം തീയതി അഷ്ടമിയാണ്. അപ്പോൾ ഇനി അഷ്ടമി തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി തൊഴുതിട്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ കൊട്ടും ചെണ്ടകൊട്ടും മേളമൊക്കെ ഉണ്ട്. കുറച്ച് നേരം നമ്മളതൊക്കെ കണ്ടൊന്ന് റിലാക്സ് ചെയ്ത് നിന്നു. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോകുന്നത് വൈക്കത്തമ്പലത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് ആൽത്തറയിലോ ഊട്ടുപുരയുടെ എവിടെയോ ഒന്നിരുന്ന് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കൂട്ടും പാട്ടും ഒന്നും വേണ്ട, ഒറ്റയ്ക്കൊന്ന് പോയിരുന്നാൽ മതി. എന്തൊരു റിലാക്സേഷനാണെന്നറിയാമോ. എന്താ പറയുക, നമുക്കൊരു പ്രത്യേകതരം മനസ്സുഖമാണ് വൈക്കത്തമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ. പണ്ടൊക്കെ എപ്പോഴും പോകും ജസ്റ്റ് തൊഴുതിട്ട് നേരെ പോകുന്നത് ഊണ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാനാണ്. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഞാൻ ഊണ് കഴിക്കാൻ പോകാറുള്ളൂ. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ ഞാൻ വിചാരിച്ചു നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് പണ്ടൊക്കെ ഈ ശിവരാത്രി, ഓണം, അഷ്ടമി ആ ടൈമിലൊക്കെ ഈ ആൽത്തറയിലൊക്കെ ഫുൾ കപ്പിൾ ഗേൾസ് ആയിരിക്കും. അപ്പോഴെന്നല്ല ഇപ്പോഴും ഉണ്ട്. പിന്നെ വൈക്കത്തമ്പലത്തിൽ കപ്പിൾസ് ഒരുമിച്ച് വന്നാൽ ബ്രേക്കപ്പ് ആകുമെന്നൊക്കെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തൊഴുതേ നന്ദി ഭഗവാനെ ഒന്ന് കാണാൻ പോവാണ്. നന്ദി ഭഗവാന്റെ മണിയൊക്കെ ഒന്ന് ഇലുക്കി ചെറിയൊരു സ്വകാര്യമൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പോവാണ്. പിന്നൊരു കാര്യം, നമ്മൾ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. മീനൂസ് മിക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് വെച്ചാൽ ഒരു ഫുഡിൻ്റെ ഒരു കാറ്റഗറി പിടിക്കാതെ മൊത്തത്തിലൊരു വ്ലോഗ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.